What is up, guys? Welcome to a brand new video, and guess what, boys? Crypto scamming is legal. So I know that's probably the weirdest start to a video, പക്ഷേ let me tell you, കാര്യം ഈ ലോകം അങ്ങോട്ടേക്കാണ് ഗൈസ് പോകുന്നത്. ബിക്കോസ് 2025 ആണ് നമ്മൾ ഇത്രയും കാലം കേട്ടുവന്ന ക്രിപ്റ്റോയുടെ ബുൾറൺ ആണ്, ക്രിപ്റ്റോയുടെ ബുൾറൺ ടൈമാണ്, ക്രിപ്റ്റോയുടെ ബുൾറൺ വരാൻ പോവാണ്. ആൻഡ് അതിൻ്റെ സയൻസ് നമ്മൾ ഓൾറെഡി കണ്ടു തുടങ്ങി. ബിക്കോസ് വാല്യൂ ഓഫ് ബിറ്റ്കോയിൻ ഇസ് റൈറ്റ് ഹിയർ. ക്രിപ്റ്റോയുടെ എല്ലാം വാല്യൂ കയറുന്നു. ആൻഡ് അഗൈൻ ക്രിപ്റ്റോ കറൻസി എന്ന ഒരു ടോപ്പിക് കോൺവെർസേഷനിലേക്ക് തിരിച്ചു വരുന്ന സമയമാണ്. ആൻഡ് ക്രിപ്റ്റോ എപ്പോൾ വന്നാലും എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ക്വസ്റ്റാണ്, ബ്രോ മൈനിങ് എന്തായി. ആൻഡ് സോറി മക്കളെ, മൈനിങ് ഇപ്പോഴും പച്ച പിടിച്ചിട്ടില്ല, മൈനിങ് ഇപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സമയമില്ല. പക്ഷേ ഇപ്പോൾ ക്രിപ്റ്റോ വെച്ച് പൈസ ഉണ്ടാക്കാൻ വളരെ വിയേർഡ്, അൺഎത്തിക്കൽ, സ്ട്രേഞ്ച് വേസ് ആർ ഗോയിങ് ഓൺ ആൻഡ് എവ്രിവൺ ഇസ് ഓൺ ദാറ്റ് ട്രാക്ക്. ഓക്കെ, അങ്ങനെ ഒരു വിയേർഡ് സമയത്താണ് നമ്മൾ താമസിക്കുന്നത്. ആൻഡ് ഐ വിൽ ടെൽ യു അബൌട്ട് ദിസ്. കാര്യം യു നീഡ് ടു നോ അബൌട്ട് ദിസ്. ഇതിൽ ചിലവർക്ക് ഇത് ഓപ്പർച്യൂണിറ്റി ആണ് തോന്നും, ചിലവർക്ക് ഇത് എന്ന് തോന്നും, ചിലവർക്ക് ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും ലോകം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് തോന്നും. പക്ഷേ ഇതെല്ലാം തോന്നിയാൽ യു ഹാവ് ടു നോ വാട്ട് ഇസ് ഗോയിങ് ഓൺ ഇൻ ദ വേൾഡ് ക്രിപ്റ്റോ. സോ ഇപ്പോൾ ക്രിപ്റ്റോയിലെ ബിഗ്ഗസ്റ്റ് എറ്റ് ഫാക്ടർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്രിപ്റ്റോയിലെ ബിഗ്ഗസ്റ്റ് ഹാപ്പനിങ് ഫാക്ടർ ആർ മീം കോയിൻസ്. ഇതിനെപ്പറ്റി നമ്മളൊരു ചെറിയ റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറുതാണ്, ഞാൻ പറഞ്ഞുതരാം. മീം കോയിൻസ് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കോമഡി അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കാൻ രസമുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐഡിയ, ഓക്കെ, എനിക്കിതും കൊള്ളാൻ തോന്നിയാൽ ഇതിൻ്റെ പേരിൽ ഞാനൊരു കോയിൻ ഇറക്കും. ആൻഡ് ഒരു 80% കേസസിലും ഈ കോയിൻ ബാക്ക് ചെയ്യുന്നത് സൊലാന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ഒരു പോപ്പുലർ കോയിനെ ബാക്ക് ചെയ്തിട്ടാണ് ഈ കോയിൻസ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ഈ കോമഡി ലോഞ്ച് ആക്കുന്നു, നിങ്ങൾക്ക് ഈ കോമഡി ഇഷ്ടപ്പെടുന്നു, ആൻഡ് നിങ്ങളെല്ലാം ഈ കോമഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആൻഡ് ഇതിൻ്റെ വാല്യൂ കൂടുന്നു. സോ ഞാൻ പ്രതീക്ഷിച്ചൊരു വാല്യൂ എത്തുമ്പോഴത്തേക്ക് ഞാൻ ഈ കോയിനിൽ വിൽക്കുന്നു, എൻ്റെ കൈ കുറേ പൈസ കിട്ടുന്നു, നിങ്ങളുടെ പൈസ പോകുന്നു. ആൻഡ് ദിസ് കീപ്സ് ഹാപ്പനിങ്. ആൻഡ് ഇത് ഹാപ്പൻ ചെയ്യുന്ന സെക്കൻഡ്സിലാണ്. പക്ഷേ ചിലവർ പൈസ ഇടുന്നു, ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കുന്നു, ചിലവരുടെ പൈസ എല്ലാം പോകുന്നു. ഇങ്ങനൊരു വിയേർഡ് സമയമാണ് ക്രിപ്റ്റോയിൽ മെയിനായിട്ട് നടക്കുന്നത്, മെയിൻലി ബിക്കോസ് ഓഫ് സൊലാന ബാക്ക്ഡ് മീം കോയിൻ. ആൻഡ് ഈ കോയിൻസ് ഇതേപോലെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ഇതിന് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡിങ് വെബ്സൈറ്റ് കാണിച്ചു തരാം എവിടേക്കാണ് ഈ സംഭവം നടക്കുന്നതെന്ന്. സോ ഫസ്റ്റ്ലി ഇത് നടക്കുന്നത് മെയിൻലി pump.fun എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, pump.fun എന്ന വെബ്സൈറ്റ് ഉണ്ട്. സോ pump.fun പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് എല്ലാം പറയും, ഇതിനകത്ത് നിങ്ങൾക്ക് ഈ മീം കോയിൻസ് വാങ്ങാം, മീം കോയിൻസ് ക്രിയേറ്റ് ചെയ്യാം, ഇങ്ങനെ. ഓക്കെ, ആൻഡ് ഈ വെബ്സൈറ്റിൽ പോകുന്ന ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾക്ക് നോക്കിയറിയാം, ഈ മേളത്തെ ടാസ്ക് ബാർക്ക് ഇങ്ങനെ ഷേക്ക് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡും മീം കോയിൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലിറ്ററലി ഓരോ സെക്കൻഡും മീം കോയിൻസ് ഉണ്ടായിരിക്കുക. ആൻഡ് യെസ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു എപ്പിസോഡ് വേറെ ഞാൻ ഈ മീം കോയിൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, മീം കോയിൻസ് എന്തൊക്കെയാണ് നടക്കുന്നത്, ഇത് വെച്ച് എങ്ങനെ പൈസ കളയാം, ഇതിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ പൈസ കളയുന്നത് എന്ന എല്ലാ കൈൻഡ് ഓഫ് ഫാക്ടേഴ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. ജസ്റ്റ് സോ യു നോ ആൻഡ് യുവർ അവെയർ. സോ pump.fun എന്ന വെബ്സൈറ്റിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലിറ്ററലി കാണാം ഓരോ സെക്കൻഡും മീം കോയിൻസ് റാൻഡമായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലോട്ട് ഓഫ് കോയിൻസ്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ കോയിൻ ഉണ്ടാക്കണമെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു ഗോ ടു സ്റ്റാർട്ട് ന്യൂ കോയിൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോയിനും ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത്, നിങ്ങളുടെ മീം എൻ്റർ ചെയ്ത്, പടം എൻ്റർ ചെയ്ത്, കയ്യിൽ കുറച്ച് സൊലാന ഉണ്ടെങ്കിൽ ആ സൊലാന ഇതിൻ്റെ ലിക്വിഡിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്കൊരു മീം കോയിൻ ലോഞ്ച് ചെയ്യാം. ആൻഡ് ദെൻ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കോയിൻ്റെ വാല്യൂ കയറിക്കൊണ്ടിരിക്കും. ആൻഡ് ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നിട്ട് ഒരു പോയിന്റിൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എത്തുമ്പോൾ വിറ്റാൽ ബാക്കിയുള്ള പൈസ പോയി, ബട്ട് നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ കിട്ടി. ആൻഡ് ദിസ് കീപ്സ് ഹാപ്പനിങ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. ആൻഡ് ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റീസെൻ്റ്ലി ഒരു 14 വയസ്സുള്ള ഒരു പയ്യൻ. ഓക്കെ, ഈസ് എ വെരി യങ് ഡൂഡ്. ആൻഡ് അവനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അവന് അത്യാവശ്യം വ്യൂവർ ബേസ് ഉണ്ട്. സോ ബേസിക്കലി അവൻ സോഷ്യൽ മീഡിയ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അവൻ്റെ വാക്ക് കേൾക്കാൻ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് കാണാൻ അതിൻ്റെ ഓഡിയൻസ് ഉണ്ട്. സോ ഈ ഓഡിയൻസിനകത്ത് ഈ 14-year-old പയ്യൻ ക്വൈൻറ്റ് എന്നൊരു കോയിൻ ലോഞ്ച് ചെയ്തു. ഓക്കെ, ആൻഡ് ക്വൈൻറ്റ് എന്നൊരു കോയിൻ ലോഞ്ച് ചെയ്തിട്ട് ഇവൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇവൻ പറഞ്ഞു കേൾക്കുന്ന ആൾക്കാരുണ്ട്. സോ ലിറ്ററലി ആ കോയിൻ്റെ വാല്യൂ $30,000 വരെ എത്തി. ലിറ്ററലി പ്രോബ്ലി ഒരു 20 to 40 മിനിറ്റ്സിനകത്ത് കോയിൻ്റെ വാല്യൂ വെൻ്റ് അപ്പ് ഓൾ ദ വേ ടു $30,000. $30,000 ഇട്ടപ്പോഴത്തേക്ക് അവൻ ആൾക്കാരെ റെപ്പിൾ ചെയ്തിട്ട് മൊത്തം കോയിനെ വിറ്റു. ആൻഡ് അവൻ്റെ കയ്യിൽ $30,000 ആയി. ഓക്കെ, സോ ഇതൊരു 45 മിനിറ്റ് നടന്ന കാര്യമാണ്. പുള്ളി 45 മിനിറ്റ് ഒരു 25 ലക്ഷം രൂപ ഉണ്ടാക്കി. ഓക്കെ, സോ ഒരു 14-year-old കിഡ്, 45 മിനിറ്റ് ഓഡിയൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ പുള്ളിക്ക് ഫോളോവേഴ്സ് ഉണ്ട്. 45 മിനിറ്റിൽ ഒരു 25 lakh rupees പുള്ളി ഉണ്ടാക്കി. ഇത് കഴിഞ്ഞിട്ട് ഇവൻ ആൾക്കാർക്ക് സോറി പറയാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്തു, ഐ എം സോറി എന്ന് വേറൊരു കോയിൻ ഉണ്ടാക്കി. ഓക്കെ, ആൻഡ് ഇതിൻ്റെയും വാല്യൂ വീണ്ടും ഇവൻ്റെ ഓഡിയൻസ് കണ്ടുപിടിക്കണം. ഐ എം സോറി. ചിലർ വിചാരിച്ചു ഓക്കെ ശരി അവന് പശ്ചാത്തലം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒബ്വിയസ്ലി ഓക്കെ അവൻ ഐ എം സോറി എന്നൊരു കോയിൻ ഉണ്ടാക്കി. ഇതിന് ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. $10,000 എടുത്തിപ്പോൾ അവൻ വീണ്ടും ആൾക്കാരെ പറ്റിച്ചു റഗ് പുൾ ചെയ്തു. റഗ് പുള്ളിങ് എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള കോയിൻ്റെ വാല്യൂ മൊത്തം എടുത്ത് വെക്കുന്ന റഗ് പുള്ളിങ് എന്ന് പറഞ്ഞാൽ. സോ അവൻ പശ്ചാത്തപിച്ചെന്ന് വിചാരിച്ച ആൾക്കാരെല്ലാം വീണ്ടും പൈസ ഇടാൻ തുടങ്ങി. ആൻഡ് $10,000 ആയപ്പോൾ അവൻ റഗ് പുൾ ചെയ്തു. അവൻ വീണ്ടും $10,000 ഉണ്ടാക്കി. 25 lakhs plus 8 lakhs. എന്നിട്ട് മൂന്നാമത് പുള്ളിയുടെ പട്ടിയുടെ പേര് വീണ്ടും ഒരു കോയിൻ ഉണ്ടാക്കി. എന്നിട്ട് വീണ്ടും പുള്ളി പറഞ്ഞു ഓക്കെ ഇനി ഇതെല്ലാം സോറി ഗൈസ്, ഞാൻ നന്നായി ഞാൻ എൻ്റെ പട്ടിയുടെ പേരിൽ ഒരു കോയിൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ വീണ്ടും ഓക്കെ
എന്ന് പറഞ്ഞ് ഇത് വീണ്ടും പൈസ കിട്ടും. ആൻഡ് അഗൈൻ വീണ്ടും ഒരു $10,000 ആയപ്പോൾ ഇവൻ അതിൻ്റെ റകം പുൾ ചെയ്തു. ഓക്കെ, സോ അഗൈൻ വീണ്ടും ഒരു 8.4 lakhs അവൻ ഉണ്ടാക്കി ഇൻ അതർ മാറ്റർ ഓഫ് 10 minutes. ഇവിടെ ഞാൻ അവനെ കുറ്റം പറയുന്നില്ല. സി, ഇംഗ്ലീഷിൽ ഒരു സെയിം ഉണ്ട്, ഫുൾ മീ വൺസ് ബ്ലെയിം ഓൺ യു, ഫുൾ മീ ട്വൈസ് ബ്ലെയിം ഓൺ മീ. ആദ്യ പ്രാവശ്യം പറ്റിക്കപ്പെട്ട സമയം, പക്ഷേ പറ്റിക്കപ്പെട്ടപ്പോൾ ആൾക്കാർ വീണ്ടും അവൻ പറഞ്ഞു ശരി നന്നായി പറഞ്ഞപ്പോൾ വീണ്ടും അവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, വീണ്ടും അവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. സോ അവൻ റഫ്ലി ലെറ്റ്സ് 41 lakhs ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഹോൾ പ്രോസസ്സിനകത്ത്. ഓക്കെ, ലിറ്ററലി ആൾക്കാരെടുത്ത് പഠിച്ച്. ആൻഡ് ഇതിനെതിരെ കേസോ അല്ലെങ്കിൽ ലീഗലി പ്രശ്നങ്ങളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ലൈക്ക് ബിക്കോസ് ആൾക്കാർ അറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, ആൾക്കാർ അറിഞ്ഞ് കോയിനിലേക്ക് കയറുന്നു, കോയിനിലേക്ക് പൈസ ഇടുന്നു. ആൻഡ് സോ ലിറ്ററലി പ്രോബ്ലി അതിനൊരു 1 hour'നകത്ത് 41 lakhs ഉണ്ടാക്കി വിത്ത് എ ജോക്ക്. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന പോയിന്റ്. ഒരു തമാശ വിഷയം ഉണ്ടാക്കിയത്. ആൻഡ് എന്നാലും ആൾക്കാർ ഇത് കേൾക്കും, ആൾക്കാരിങ്ങനെ പൈസ കളയും. ആൻഡ് ദർ ഇസ് നത്തിങ്, ഐ ഡോണ്ട് തിങ്ക് ലീഗലി ഇതിനെ അഗേൻസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. കാര്യം ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് പോകുന്നുണ്ട്, ആൾക്കാർ അറിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, ക്രിപ്റ്റോകളാണ്. ആൻഡ് സോ ലീഗലി ഒന്നും പോകാൻ പോകുന്നില്ല. പക്ഷേ എന്നാ വൈ ആർ പീപ്പിൾ ഡൂയിങ് ദിസ് എന്നായിരിക്കും അടുത്ത ബിഗ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് ആൾക്കാർ ഇതൊക്കെ ലൈക്ക് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് എല്ലാം മനസ്സിലാകത്തില്ല, ലിറ്ററലി ഇതൊരു ജോക്കാണ്, ഒരു സ്കാമാണ്, എന്തുകൊണ്ട് ആൾക്കാർ ഇതിൽ കൊണ്ട് സർവീസ് കൊടുക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി ഇതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടാവാം. ആൻഡ് ഐ തിങ്ക് എനിക്ക് ഏറ്റവും വിയർഡായിട്ട് തോന്നിയ റീസൺ ഇസ് കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ. ഓക്കെ, സോ നിങ്ങൾ ലിറ്ററലി മീം കോയിൻ്റെ വാല്യൂ കൂടുന്നത് നമ്മുടെ നോർമൽ ക്രിപ്റ്റോ ഈവൻ ബിറ്റ് കോയിൻ കൂടുന്ന പോലൊന്നുമല്ല. 5 minutesനകത്ത് 200%, 300% ഗെയിൻസ് ഒക്കെ. ഓൾസോ ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഫാൻറ്റം വോൾട്ട്സ് എന്നൊരു വോൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫാൻറ്റം വോൾട്ടിലേക്ക് സൊളാന നമ്മൾ ലോഡ് ചെയ്തിട്ട് പിന്നെ ഡെക്സ് സ്ക്രീനർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ കൂടിയാണ് നമ്മൾ ഈ മീം കോയിൻസ് വാങ്ങുന്നതും സെയിൽ ചെയ്യുന്നത്. വിൽ കം ടു ദാറ്റ് ലേറ്റർ. പക്ഷേ എന്നാലും മെയിൻ പോയിന്റ് എന്തുകൊണ്ടാണ് വൈ ഡു പീപ്പിൾ ഫോൾ ഫോർ ദീസ് സ്റ്റുപ്പിഡ് തിങ്സ് നോയിങ് ഇത് സ്റ്റുപ്പിഡ് ആണെന്ന് വയ്ക്കാൻ ഞാൻ. ഓക്കെ, ആൻഡ് മെയിൻലി ഞാൻ പറഞ്ഞു സൈക്കോളജിക്കലാണ്. ആൾക്കാരുടെ ആർത്തിയാണ് ഏറ്റവും ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് സിമ്പിൾ റീസൺ. ഓക്കെ, ലിറ്ററലി ഞാൻ ഒരു എക്സാമ്പിളിന് വേണ്ടി ഒരു $4 മീം കോയിൻ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് വിത്തിൻ 2 minutes അതിൻ്റെ വാല്യൂ 200% ഗ്രോ ആയത്. ലിറ്ററലി നോക്കുമ്പോഴത്തേക്ക് $4 ഇൻവെസ്റ്റ് ചെയ്ത വോളറ്റ് വാല്യൂ $6.4 എടുക്കുന്നു. ഓക്കെ, സോ ലിറ്ററലി $4 2 മിനിറ്റ് കഴിയുമ്പോൾ $2 ഫ്രീ ആയിട്ട് കൊള്ളുന്നു. വേറെ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയും പെട്ടെന്ന് റിട്ടേൺ കിട്ടും? ആൻഡ് ഇങ്ങനെ പെട്ടെന്ന് റിട്ടേൺ വരുമ്പോൾ യു ഫീൽ എ കൈൻഡ് ഓഫ് റഷ്. ഓക്കെ, ആൻഡ് ഐ തിങ്ക് അത് മനുഷ്യരുടെ ഒരു വീക്ക്നെസ്സോ മനുഷ്യരുടെ ഒരു ഫ്ലോ ആയിരിക്കാം. പക്ഷേ പെട്ടെന്ന് പൈസ ഇട്ട് പൈസ ഡബിൾ ആകുമ്പോഴും അല്ലെങ്കിൽ പൈസ ഡബിളോ ട്രിപ്പിളോ ഒക്കെ ചുമ്മാ ഇരിക്കുന്നതാകുമ്പോഴത്തേക്ക് യു ഫീൽ എ കൈൻഡ് ഓഫ് റഷ്. ഓക്കെ, ആൻഡ് ഈ റഷ് ഇസ് വെയർ ദേ മേക്ക് മണി. നിങ്ങൾക്ക് ആ റഷ് ഫീൽ ചെയ്യുമ്പോൾ യു മൈ ഇൻവെസ്റ്റ് മോർ. ചില പോയിന്റിൽ നമ്മുടെ ബ്രെയിൻസ് ഡോണ്ട് തിങ്ക് ഓക്കെ ഇത്രയും പ്രോഫിറ്റ് മതി വിട്ടേക്കാമെന്ന്. ഇല്ല, ആൾക്കാർ വിൽ കീപ് തിങ്കിങ് ഓക്കെ ഇത് കൊള്ളാം, കിട്ടി, കുറച്ചുകൂടെ പൈസ ഇടാം. എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഞാൻ ഓക്കെ $4 ആയി, $6 ആയി, വീണ്ടും അത് $10 ആയി, വെച്ചുകൊണ്ടൊന്ന് $10 ആയപ്പോൾ സ്ട്രെയിറ്റ് ആ കോയിൻ്റെ ആൾ റെക്പുൾ ചെയ്തു, $10 ഇൻവെസ്റ്റ്മെൻറ്റ് ഫുള്ളായിട്ട് പോയി. വെൽ ഇത് ഞാൻ ടെസ്റ്റിന് വേണ്ടി ഒരു ചെറിയ എമൗണ്ട് ഇട്ടുകൊണ്ട് $4 പോയി എപ്പോഴും നോക്കിയാൽ കുഴപ്പമില്ല. പക്ഷേ റിമെമ്പർ, ഇവിടെ ഞാൻ ഇട്ടിരുന്ന ഒരു 1 lakh ആയിരുന്നെങ്കിലേ പെട്ടെന്ന് പ്രോബ്ലി ഒരു 3 lakhs ആയി മാറി, പിന്നെ 8 lakhs ആയി മാറി. അപ്പോൾ ഞാൻ വിചാരിക്കും വീണ്ടും കയറട്ടെ എന്ന് പറയുമ്പോൾ ആ ഫുൾ 8 lakh സീറോ ആവും. ഓക്കെ, ലിറ്ററലി ഇറ്റ് ഗോസ് ഡൗൺ ലൈക്ക് ദാറ്റ്. സോ അങ്ങനെ ഒരു വേൾഡിനകത്താണ് നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി. ആൻഡ് മീം കോയിൻസ് ആർ ദ റീസൺ പീപ്പിൾ ആർ മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി വിത്ത് ദിസ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പൈസ ആക്ച്വലി ഉണ്ടാക്കുന്ന ഇതിൻ്റെ എക്സ്ചേഞ്ചസ് ആയിരിക്കും. കാര്യം ഈ കറൻ്റ്ലി മീം കോയിൻ ട്രേഡിംഗ് അത്യാവശ്യം ഡീസൻറ്റ് എക്സ്ചേഞ്ച് റേറ്റ്സ് ഉണ്ട്. എക്സ്ചേഞ്ച് റേറ്റ്സ് ആസ് ഇൻ ട്രാൻസാക്ഷൻ ഫീസ് ഉണ്ട്. റഫ്ലി ഐ തിങ്ക് ഓരോ ട്രാൻസാക്ഷനും 0.40 cent വരെ ട്രാൻസാക്ഷൻ ഫീ പോകുന്നുണ്ട്, വിച്ച് ഇസ് ഹ്യൂജ്. കാര്യം പണ്ടൊക്കെ സാധാരണ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിന് 0.05% ആകുമ്പോഴത്തേക്ക് മീം കോയിൻ എക്സ്ചേഞ്ചസിന് കൈൻഡ് ഓഫ് ഹയർ ആണ് അവരുടെ എക്സ്ചേഞ്ച് ഫീസ്. സോ ഈ ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ് നല്ലപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അഗൈൻ pump.fund എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിനകത്താണ് നിങ്ങൾക്ക് പോയി ഈ കോയിൻസ് നോക്കാൻ പറ്റുന്നതും. ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ട് ഈ മീം കോയിൻ അല്ലെങ്കിൽ ഒരാൾ ഈ ജോക്ക്, ഞാൻ പറഞ്ഞില്ല, ഈ ജോക്കിനെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഈ ജോക്ക് ഫസ്റ്റ് ആയിട്ട് ലിസ്റ്റ് ആകുമ്പോഴത്തേക്ക് ചിലർ വിചാരിക്കും ഇത് കൊള്ളാലോ, ഇത് കുറച്ചുകൂടെ കയറുമെന്ന് പറഞ്ഞ് അത് ട്രാക്ഷൻ എടുക്കുന്നതിന് മുമ്പ് അതിന് ഒരു വാല്യൂ ഉള്ള സമയത്തൊക്കെ വലിയ ക്വാണ്ടിറ്റി വാങ്ങിക്കളയും. റിയലിസ്റ്റിക്കലി പറഞ്ഞാൽ ഇറ്റ്സ് ലിറ്ററലി ഗാംബ്ലിംഗ്. ഓക്കെ, അങ്ങനെ ഒരു വാല്യൂ ഉള്ള സമയത്ത് ചിലപ്പോൾ അവർ ഭയങ്കര തുകയ്ക്ക് വാങ്ങിച്ചു വയ്ക്കും. ആൻഡ് വാല്യൂ ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഉള്ള നമ്മുടെ ബിറ്റ് കോയിനിലെ പോലെ അപ്പൊന്നുമല്ല, 100-200%-ക്കാളും മേളിൽ ഇൻ ചില കേസസ് ഈവൻ 3,000-4,000% മേളിലുള്ള ഗെയിൻസ് വരും. അപ്പോൾ ലിറ്ററലി 1 lakh ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത 3,000% ഗെയിൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് വാല്യൂ? ലൈക്ക് എനിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലിയ വാല്യൂ ആണ് അങ്ങനെ വന്ന് എൻഡ് ചെയ്യുന്ന കോയിൻ്റെ വാല്യൂ നിൽക്കുന്നത്. സോ ഇത്രയും പൈസ ഉണ്ടാക്കുന്ന സൈസ് ആകുമ്പോഴത്തേക്ക് ആൾക്കാർ റിസ്കിനെ പറ്റിയൊക്കെ മറക്കും. ആൻഡ് യു എൻഡ് അപ്പ് ലൂസിങ് എവറിത്തിങ്. ഞാൻ ഓൾസോ ഇതിനെ ബ്രീഫായിട്ട് ഞാൻ ഇത് വാങ്ങുന്ന പ്രോസസ് കൂടെ പറഞ്ഞുതരാം. ടെക്സ്ക്രീൻ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ടെക്സ്ക്രീനാണ് മീം കോയിൻസിൻ്റെ മീം കോയിൻസിൻ്റെ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, അത്യാവശ്യം ട്രാഷനും കാര്യങ്ങളുള്ള മീം കോയിൻസ് എല്ലാം ടെക്സ്ക്രീൻ എന്നകത്തുണ്ട്. നിങ്ങൾക്ക് ലിറ്ററലി അതിൽ പോയി സെർച്ച് ചെയ്യാം. സോ ഇന്ന് ഞാൻ കണ്ടതിൽ കുറച്ച് ട്രാഷൻ കണ്ട കോയിൻ്റെ പേര് ചിൽഗൈൻ സംതിങ് ആയിരുന്നു. ഓക്കെ, സോ ചിൽഗൈൻ എന്ന് പറഞ്ഞ കോയിനിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ നിങ്ങൾക്ക് ഗ്രാഫ് കാണുമ്പോൾ കണ്ടോ, ലൈക്ക് ലിറ്ററലി ഗ്രാഫ് ഇസ് ഷൂട്ടിംഗ് ഓൾ ദ വേ അപ്പ്. അത്ര ഗെയിംസാണ് കിടക്കുന്നത്. ആൻഡ് ഇന്നത്തെ മാർക്കറ്റ് നോക്കുമ്പോഴത്തേക്ക് ഇന്ന് കറൻ്റ് മാർക്കറ്റ് ഇസ് ലൈക്ക് 5 minutesനകത്ത് അത് ഒരു 2% ലോസ് ആണ്. പിന്നെ 1 hourലേക്ക് പോകുമ്പോൾ 1.6%, 6 hours പോകുമ്പോൾ 36%,
24 ഹവേഴ്സിലേക്ക് പോകുമ്പോൾ 30% ഗെയിനുമാണ് കിട്ടുന്നത്. 30% 1 ലാക്ക് പറയുമ്പോൾ 30K ആയി. പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാതെ ഒരു 1 ലാക്ക് റുപ്പീസ് ഇട്ടാൽ ഒരു ദിവസം 30,000 റുപ്പീസ് റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞാൽ നേരമില്ലേ എന്ന് ആൾക്കാർ വിചാരിക്കും. ആ വിചാരത്തിലാണ് ഇവർ പൈസ ഉണ്ടാക്കുന്നത്. പക്ഷേ റിമെമ്പർ, ഇങ്ങനെയുള്ള കോയിൻ റെപ്പിൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര എളുപ്പം ലിറ്ററലി ആ കോയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കോയിൻ്റെ വാല്യൂ വരുന്നത്. അവൻ ലിറ്ററലി ആ കോയിൻ മൊത്തം എടുത്ത് വിറ്റാൽ മതി, നിങ്ങൾ 1 ലാക്ക് ബിക്കം 0. ആൻഡ് ഈ ഡെക്സ് ഫീൽഡറിൽ പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഒരു സോർട്ട് ചെയ്യാൻ പറ്റും. സോ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഉള്ള കോയിനൊക്കെ നമ്മൾ സോർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ കോയിൻ, ഓക്കെ, എൻ്റെ പേര് ആൻഡ്രൂ ടേറ്റ്സ് ഡോഗ് എന്നാണ്. ഓക്കെ, നമ്മൾ ടോപ്പ് ജി മച്ചാൻ്റെ ഡോഗ് എന്ന പേരിൽ ഒരു കോയിൻ ആരും ഉണ്ടാക്കിയതാണ്. ആൻഡ് ലിറ്ററലി ഈ കോയിൻ ഇപ്പം ഓൾമോസ്റ്റ് ലോഞ്ച് ആയിട്ട് എനിക്കൊന്ന് കുറച്ച് സമയമായിട്ടുള്ളൂ. ആൻഡ് ആ കോയിൻ്റെ വാല്യൂഷൻ കറണ്ട് കിടക്കുമ്പോഴത്തേക്ക് 5 minutes 277% ഗ്രോത്ത്, ആൻഡ് 1 hour is 41% ഗ്രോത്ത്, and 6 hours is 648% growth, and 24 hours is 684% growth. 684 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു 1 lakh റുപ്പി ഇട്ടാല് നിങ്ങൾക്ക് 24 hours ഈ ട്രാക്ഷനിൽ പോകണമെങ്കിൽ യു ഗെറ്റ് 6 lakh rupees റിട്ടേൺ. ലോകത്ത് എന്തിനെങ്കിലും ഇങ്ങനെ റിട്ടേൺ തരാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇതിങ്ങനെ കയറത്തില്ല. കുറച്ച് കഴിയുമ്പം ആ കോയിൻ ആ ഉണ്ടാക്കിയവൻ ഫസ്റ്റ്ലി ആൻഡ്രോയിഡിൻ്റെ പേരിൽ ഉണ്ടാക്കിയിരുന്നത്. സോ മിക്കവാറും ഐ ക്യാൻ സ്മെൽ ഉഡായിപ്പ് ഫ്രം മൈൽ വരെ. ഓക്കെ, സോ ലിറ്ററലി അവനതിൻ്റെ വാല്യൂ കുറച്ചുകൂടെ കയറുമ്പോൾ ഫുള്ളായിട്ട് റെപ്പിൾ ചെയ്തോളൂ. 100%. ഇത് ഇൻവെസ്റ്റ് ചെയ്തവന്മാരുടെയൊക്കെ പൈസ പോകും. പക്ഷേ എന്നാലും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. കാര്യം എന്താ? യു ഗെറ്റ് എ റഷ്. ഓക്കെ, കാര്യം പെട്ടെന്ന് പൈസ കൂടുമ്പോൾ ഒരു ഭയങ്കര റഷാണ്. സോ ഇതിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഐ ഗെസ് ദി ഒൺലി ടൈനി പീസ് ഓഫ് അഡ്വൈസ് ഐ ക്യാൻ ഗിവ് സി, ഈ കോയിൻ്റെ വാല്യൂ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമല്ലോ. ഈ ഒരു അപ്വേർഡ് സ്ട്രീം നടക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൈസയും കൂടി എറിഞ്ഞാൽ നമ്മളും അപ്വേർഡ് സ്ട്രീമിൽ പെട്ട് നമ്മുടെ പൈസ കുറച്ച് കൂടാം. പക്ഷേ എപ്പോഴാണ് ഡൗൺവേർഡ് എന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ട്രേഡിംഗ് പോലെ സ്റ്റോപ്പ് ലോസും അങ്ങനെ ഒന്നും സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ അത്ര കീനായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് പെട്ടെന്ന് സെല്ലടിക്കണം. പക്ഷേ റിമെമ്പർ, സ്ലിപ്പേജ് എന്നൊരു കാര്യമുള്ള കാരണം ചിലപ്പോൾ മാർക്കറ്റ് സ്ട്രെയിറ്റ് കഴിഞ്ഞാൽ പൈസ എല്ലാം പോകും. സോ 100% റിസ്ക് എന്ന് പറഞ്ഞാൽ അത് റിസ്ക് ആണ്. പക്ഷേ ലീഗൽ ലിറ്ററലി സ്കൂൾ പിള്ളേരൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂറിനകത്തൊക്കെ അവരുടെ ലഞ്ചിന്, ഇപ്പോൾ US ലഞ്ചിന് റഫ്ലി $20 കൊണ്ടുപോകുന്നെങ്കിൽ അത് വെച്ച് ഒറ്റയടിക്ക് $500 ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വിയേർഡ് ലോകത്താണ് നമ്മൾ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ട്, നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ട്, നിങ്ങൾ പറയാൻ കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ യു ക്യാൻ ലിറ്ററലി ടെൽ ദം ഈ കോയിൻ നൈസ വാങ്ങൂ, ഞാനും വാങ്ങിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഈ കോയിൻ കുറേ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ വാങ്ങും. നിങ്ങളാണ് ആദ്യം വാങ്ങിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ഇനീഷ്യൽ ഹോൾഡിങ്ങിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് കൂടും. ആൻഡ് ദെൻ മഹാന്മാർ അല്ലെങ്കിൽ മിടുക്കന്മാർ പെട്ടെന്ന് കോയിൻ മൊത്തം വിറ്റിട്ട് പോകും. ആൻഡ് ദേ ഗെറ്റ് ഓൾ ദ മണി. ആൻഡ് ക്രിപ്റ്റോയുടെ another weird fact you should know is ക്രിപ്റ്റോയുടെ മാർക്കറ്റ് ഭയങ്കര കൺട്രോളബിൾ ആണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റോ അതേപോലെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റോ ഫോറക്സോ പോലെ അല്ല, ക്രിപ്റ്റോ മാർക്കറ്റ് ഭയങ്കര കൺട്രോളബിൾ ആണ്. സ്പെഷ്യലി മീം കോയിൻസിൻ്റെ കേസിൽ ഒരു വളരെ പുതിയ മീം കോയിൻ ആണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ വാല്യൂ ഓഫ് എൻ്റെ അസറ്റിനെ എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് $5 എടുത്ത് ഞാൻ ഇട്ടിട്ട് അത് കോയിൻ വാങ്ങിച്ചുകൊണ്ടിരുന്നാലേ ആ കോയിൻ്റെ വാല്യൂ ഓരോ ടൈമും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. മാർക്കറ്റ് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്പെഷ്യലി മീം കോയിൻസ്. ഒക്കെ ലിറ്ററലി എൻ്റെ കാശ് എടുക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ കാശ് എടുത്ത് തരുന്നോണ്ടിരിക്കുമ്പോഴത്തേക്ക് കോയിൻ്റെ വാല്യൂ കയറിക്കൊണ്ടിരിക്കും. ആൻഡ് ഈ വാല്യൂ കയറുന്ന കണ്ട് ബാക്കിയുള്ളവർ മനസ്സിലാക്കി അവരോട് കോയിൻ വന്ന് വാങ്ങും. അപ്പം ആദ്യം വാങ്ങിച്ച് ഞാൻ പിടിക്കാൻ എൻ്റെ കയ്യിൽ ഒത്തിരി കോയിനായി. ആൻഡ് ലിറ്ററലി അങ്ങനെ കോയിൻ്റെ വാല്യൂ കയറി നിൽക്കും. ഐ ക്യാൻ സെൽ എവറിത്തിങ് ആൻഡ് ഐ ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് മണി വിച്ച് ഇസ് വിയേർഡ്. ആൻഡ് അങ്ങനെ ഒരു വിയേർഡ് ടൈമിലാണ് ഇപ്പോൾ ക്രിപ്റ്റോയുടെ സ്റ്റേറ്റ്. 2025 പോകുമ്പോൾ ക്രിപ്റ്റോയുടെ കാര്യങ്ങൾ ഇങ്ങനെ കൂടത്തേ ഉള്ളൂ. ക്രിപ്റ്റോ അടുത്തൊരു വൻ ബൂം പീരീഡിലേക്ക് പോകാമെന്ന് തോന്നുന്നു. മൈനിങ് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ പോലും ക്രിപ്റ്റോയിൽ ഇങ്ങനെ കുറേ പൈസ ഉണ്ടാക്കാനും അതിൽ മേളിലായിട്ട് പൈസ കളയാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഹാപ്പനിങ് നൗ. ആൻഡ് എപ്പോഴും ക്രിപ്റ്റോയിൽ എന്തെങ്കിലും വീടായിട്ട് വന്നാൽ ഐ ഹാവ് ടു ലെറ്റ് യു നോ. സോ യെസ്, അപ്പം ക്രിപ്റ്റോയിലെ ടോപ്പ് ബ്രേക്കിംഗ് ന്യൂസ്, ഒരു ചെറിയ പയ്യൻ ആൾക്കാരെയൊക്കെ പറ്റിച്ച് റഫ്ലി $30K ആദ്യം ഉണ്ടാക്കി, പിന്നെ 10K ഉണ്ടാക്കി, പിന്നെ 10K ഉണ്ടാക്കി. ആൻഡ് അതാണ് ക്രിപ്റ്റോയിൽ ഇപ്പോഴത്തെ ടോപ്പ് ന്യൂസ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇത് റിഡീമിംഗ് ഫാക്ടർ ആണോ എന്ന്. ഇങ്ങനെ ഇവൻ ആൾക്കാരെയൊക്കെ പറ്റിച്ച് സാധനം മൊത്തം വിറ്റപ്പോഴത്തേക്ക് ഈ പൈസ പോയ ആൾക്കാർ അത്രയ്ക്ക് അവിടെ അഹങ്കാരി എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം വിറ്റ ശേഷം ആ കോയിനിൽ തന്നെ പൈസ കൂട്ടി 1 million വരെ എത്തിച്ചു. ഓക്കെ, ആ മീം കോയിൻ്റെ വാല്യൂ അവൻ വിറ്റതിന് ശേഷം അവനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ, കണ്ടോടാ നീ 30,000 രൂപയ്ക്ക് വിറ്റില്ല, $30,000 വിറ്റില്ലേ, ഞങ്ങൾ ഇതിൻ്റെ വാല്യൂ 1 million ആക്കി, നീ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ 1 million ഉണ്ടായിക്കൂടാന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവൻ ഇതിൽ നിന്നൊക്കെ പഠിക്കുന്നത്? ഇല്ല, അവനെന്താ ലോസ്? അവന് ഈസി ആയിട്ട് എന്തായിരുന്നു ഒരു മണിക്കൂറിന് പണിക്കകത്ത് അവന് 30,000 + 10,000 + 10,000 $50,000 അവൻ ഉണ്ടാക്കി. അവനാണോ ഈ 1 million കിട്ടിയെന്ന് പറഞ്ഞ് പഠിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ അവനെ പഠിപ്പിക്കാൻ പോകുന്നതിനെയാണ് ഞാൻ മണ്ടന്മാരെന്ന് വിളിക്കത്തുള്ളൂ. ബിക്കോസ് അവനെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇതിങ്ങനെ വിട്ടു ആൻഡ് ദെൻ ഇറ്റ് ഡസ് നോട്ട് മേക്ക് സെൻസ്. കാര്യം അവൻ അതിൽ നിന്നൊന്നും പഠിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്തൊക്കെ വന്നാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിയേർഡ് രീതിയിൽ പൈസ ഉണ്ടാക്കാനും വിയേർഡ് രീതിയിൽ പൈസ കളയാനും പറ്റുന്ന ഒരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് യു ഷുഡ് ബി അവെയർ ഓഫ് ഇറ്റ്. അതുകൊണ്ടാണ് ഐ എം മേക്കിംഗ് ദിസ് വീഡിയോ. ആൻഡ് ഐ ഹോപ്പ് ഇങ്ങനെയുള്ള കൂടുതൽ കാഷ്വൽ വീഡിയോസ് ചാനലിൽ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വേറെ ഇങ്ങനെ ടെക്കിനെ പറ്റി കുറച്ച് നേരം വന്ന് നിങ്ങളുടെ സംസാരിക്കുമ്പോൾ എനിക്കൊരു മനസ്സുഖം, കേൾക്കുന്നത് നിങ്ങൾക്കൊരു മനസ്സുഖം. I hope you find this entertaining, and നിങ്ങൾക്ക് ഇത് entertaining ആണ് തോന്നിയെങ്കിൽ you know what to do. Make sure you follow us on Instagram. Our Instagram is @GRITSOfficial, that's GRITSOFFICIL. And if you love what we do here, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, and if you're not subscribed, make sure you subscribe to our YouTube channel.
ആൻഡ് നിങ്ങൾക്ക് ഒരു ഹൈ ഗെയിമിംഗ് PC, വർക്ക് സ്റ്റേഷൻ, റെൻഡറിംഗ് മെഷീൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും മേക്ക് ഷുവർ യു കം ടു അവർ ഓഫീസ്. We are located on the Thiruvananthapuram bypass. നമുക്കിവിടെ ഒരു ബ്യൂട്ടിഫുൾ ഓഫീസ് ഉണ്ട് വിത്ത് എക്സ്പീരിയൻസോളം VR-ഉം ഗെയിമിങ്ങും എല്ലാം പറ്റുന്ന ഓസം ഓഫീസ് ഉണ്ട്. സോ യു കൻ കം എക്സ്പീരിയൻസസ് ആൻഡ് ഗെറ്റ് ആൻ ഓസം PC. അപ്പം ഇതേപോലത്തെ മോർ ഇൻഫർമേറ്റീവ് ആൻഡ് വീഡ് കണ്ടന്റുമായിട്ട് ഐ ബി ബാക്ക്. ആൻഡ് ഐ തിങ്ക് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇസ് കൈൻഡ് നൈസ് ടു ടോക്ക് ടു യു ഗൈസ്, ഐ ഗെസ്. സോ ഇതിനെ ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വെക്കാൻ പറ്റുമല്ലോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കെപ്ലോയുടെ വാല്യൂ പോലെ നമ്മുടെ അപ്ലോഡ് സ്കെഡ്യൂൾ ഒന്ന് ഇങ്ങനെ പോയിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനായനെ. ബട്ട് യെസ്, ഐ വിൽ സീ ദ നെക്സ്റ്റ് വൺ. ടിൽ ദെൻ ഇറ്റ്സ് ജസ്റ്റ് മീ ടെലിംഗ് യു, പ്ലീസ് മേക്ക് വൈസ് ഡിസിഷൻ. ചുമ്മാ എന്തെങ്കിലും കയറി പോകുമ്പോൾ പൈസ എടുത്ത് കളയാതിരിക്കാൻ നോക്കുക. ഇറ്റ്സ് യു വെരി സ്മാർട്ട്. നിങ്ങളുടെ പൈസയാണ്, ഇറ്റ്സ് യുവർ ഡിസിഷൻ. ബട്ട് പ്ലീസ് ട്രൈ ടു ബി സ്മാർട്ട് വിത്ത് യുവർ ഇൻവെസ്റ്റ്മെന്റ്സ്. ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ടിൽ ദെൻ ദിസ് ഈസ് മീ സേയിങ്, ക്രിക്കറ്റ് ബേബി, ആൻഡ് പീസ്.